പാകിസ്ഥാനിലെ ഇമ്രാൻഖാൻ്റെ ഭാര്യ ബുഷ്ര ബീബിക്ക് ചില അമാനുഷിക ശക്തികൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഉണ്ട്. കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ ബീബിക്ക് കഴിഞ്ഞിരുന്നു എന്നാണ് വിശ്വാസം. നടക്കാനിരിക്കുന്ന പല കാര്യങ്ങളും അവർ പ്രവചിച്ചു. അത് പിന്നീട് സത്യമാണ് എന്ന് തെളിഞ്ഞു. അത് ഒരു ഘട്ടത്തിൽ ഇമ്രാൻഖാനും ചെറിയ തോതിൽ നേട്ടങ്ങളായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അതിന് പിന്നിലെ വാസ്തവം പുറത്തു വരികയാണ്. പാകിസ്ഥാനിലെ ചാരസംഘടനയായ ISIയുടെ തലവനുമായി അവർക്ക് അടുപ്പമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ ചാരസംഘടനാ തലവനിൽ നിന്നാണ് ഇവർ കാര്യങ്ങൾ ആദ്യം അറിയുന്നത്. അത് പിന്നീട് ഇമ്രാൻഖാനുമായി പങ്കുവയ്ക്കുന്നു. അങ്ങനെ രാജ്യത്തെ സംബന്ധിക്കുന്ന ചില സുപ്രധാന കാര്യങ്ങൾ ഭാര്യയ്ക്ക് ആദ്യം അറിയാൻ കഴിയുന്നു എന്ന് ഇമ്രാൻഖാൻ പറയുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അന്വേഷണം ആ നിലയ്ക്ക് ശക്തമാവുകയാണ്. ISI ചാരസംഘടനയുടെ മുൻ ഡയറക്ടർ ജനറലായിരുന്ന ഫായിസ് ഹമീദിന് നേരെ അന്വേഷണം ശക്തമാവുകയാണ്. അയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും ഈ ചാരസംഘടനാ തലവൻ പിടിയിലാകുന്നതൊന്നും തന്നെ ബാധിക്കില്ല എന്ന നിലപാടാണ് ഇമ്രാൻഖാൻ വെച്ചു പുലർത്തുന്നത്. സത്യങ്ങൾ പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇമ്രാൻഖാൻ എല്ലാ കാലഘട്ടങ്ങളിലും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന ആളാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം ഇമ്രാൻഖാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ചാൻസലർ പദവിക്കായി മത്സരിക്കുന്നു എന്നതാണ്. അതിനുള്ള തെരഞ്ഞെടുപ്പ് ഒക്ടോബർ 25-നാണ് നടക്കുന്നത്. ടോണി ബ്ലെയറും ബോറിസ് ജോൺസണുമൊക്കെയാണ് ഇമ്രാൻഖാന് എതിരെ മത്സരിക്കുന്നത്. ജയിലിലിരുന്നു കൊണ്ടാണ് ഈ ചാൻസലർ പദവിക്ക് വേണ്ടി ഇമ്രാൻഖാൻ തയ്യാറെടുക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയത്തിലും ക്രിക്കറ്റിലും ഒക്കെ തൻ്റേതായ ആധിപത്യം ഉറപ്പിച്ച ഇമ്രാൻഖാൻ ഇപ്പോൾ മറ്റൊരു മേഖലയിലേക്ക് തിരിയുന്നു എന്നാണ് വിവരങ്ങൾ. ഏതായാലും ജയിലിലായ ഇമ്രാൻഖാൻ്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്ന ചോദ്യം എല്ലാ ഘട്ടങ്ങളിലും ഉയരുകയാണ്. മാത്രവുമല്ല, ഇമ്രാൻഖാൻ്റെ ഭാര്യയ്ക്ക് ഈ ISI ബന്ധം ഉണ്ടാക്കി വെച്ച വിന ചെറുതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നത് എന്നത് എല്ലാ കേന്ദ്രങ്ങളും ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നു. ഇമ്രാൻഖാൻ വളരെ വൈകിയാണ് കല്യാണം കഴിച്ചത്. ക്രിക്കറ്റിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഇമ്രാൻഖാൻ എല്ലാ ഘട്ടങ്ങളിലും ആരാധകർക്ക് നടുവിലാണ് ജീവിച്ചത്. ഇമ്രാൻഖാനെ ചുറ്റിപ്പറ്റി നിരവധി സ്ത്രീകളുടെ പേരുകൾ പല ഘട്ടങ്ങളിൽ പറഞ്ഞു കേട്ടിരുന്നു. അത് പാകിസ്ഥാനകത്തും പുറത്തും ഒക്കെ ഉള്ളവരുടെ പട്ടികയായിരുന്നു. അതിൽ പാകിസ്ഥാനിനകത്തും പുറത്തും ഒക്കെ ഉള്ളവർ ഉൾപ്പെട്ടിരുന്നു. ഇന്ത്യൻ ചലച്ചിത്ര താരങ്ങളുടെ പേര് വരെ ഇമ്രാൻഖാൻ്റെ പേരുമായി കൂട്ടിയോജിച്ച് വാർത്തകൾ വന്നിരുന്നു. അങ്ങനെ ഇമ്രാൻഖാൻ പാകിസ്ഥാനിലെ പപ്രാസി മാധ്യമപ്രവർത്തകർക്ക് എന്നും ഒരു ഇരയായിരുന്നു. ടാബ്ലോയിഡ് പത്രങ്ങൾ ഇമ്രാൻഖാൻ്റെ പല വിധത്തിലുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടു, വിവരങ്ങൾ ആളുകളെ ഓൾമേൽക്കൊള്ളിച്ചു. പക്ഷേ അങ്ങനെ എല്ലാ വിവാദങ്ങൾക്കും വിരാമമിട്ടു എന്ന് കരുതിക്കൊണ്ടാണ് ഇമ്രാൻഖാൻ ജമീമ ഗോൾഡ്സ്മിത്തിനെ വിവാഹം കഴിച്ചത്. ഒരു വലിയ വ്യവസായ പ്രമുഖൻ്റെ മകളായിരുന്നു ജമീമ. എന്നാൽ ആ വിവാഹബന്ധം അധികകാലം നീണ്ടു നിന്നില്ല. ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളം അത് അധികകാലം നീണ്ടു നിന്നു എന്ന് പറയാം. ഏതാണ്ട് 9 വർഷത്തോളമാണ് അവർ ഒന്നിച്ച് ജീവിച്ചത്. ജമീമ മുസ്ലിമായി മതപരിവർത്തനമൊക്കെ ചെയ്തെങ്കിലും ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്ന അവർക്ക് ഈ രീതികൾ അനുസരിച്ച് പോകാൻ കഴിയുന്നില്ല എന്ന് അവർ വ്യക്തമാക്കി. പാകിസ്ഥാനിലെ ജീവിത സാഹചര്യങ്ങളുമായി യോജിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ട് അവർ വേർപിരിഞ്ഞു. അങ്ങനെയാണ് ഇമ്രാൻഖാൻ തൻ്റെ അടുത്ത വിവാഹത്തിന് തയ്യാറെടുക്കുന്നത്. അതൊരു മാധ്യമപ്രവർത്തകയായിരുന്നു. റഹാം ഖാൻ എന്ന ഒരു മാധ്യമപ്രവർത്തകയെ ഇമ്രാൻഖാൻ വിവാഹം ചെയ്തു. ആ ബന്ധവും അധികകാലം നീണ്ടു നിന്നില്ല. അതിനുശേഷമാണ് ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു വിവാഹ വിവരം പുറത്തു വരുന്നത്. തൻ്റെ ആത്മീയ ഗുരുവായ ബുഷ്ര ബീബിയുമായി ഇമ്രാൻഖാൻ വിവാഹിതനായി എന്ന് വാർത്തകൾ പുറത്തു വന്നു. എന്താണ് ബീബിക്ക് ഇത്ര വലിയ ആത്മീയ ശക്തി എന്ന കാര്യം അന്ന് പലരും ആരാഞ്ഞിരുന്നു. അങ്ങനെയാണ് രാഷ്ട്രങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പോലും അവർക്ക് നേരത്തെ കൂട്ടി കാണാൻ കഴിയുന്നു എന്ന്
ചിലർ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അതൊക്കെ എങ്ങനെ അവർക്ക് കഴിഞ്ഞു എന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഫായിസ് ഹമീദ് ആയിരിക്കണം സ്വാഭാവികമായും ഇവർക്ക് ഈ വിവരങ്ങൾ നൽകിയത് എന്നാണ് ഇപ്പോൾ എല്ലാവരും കണക്കാക്കുന്നത്. ഏതായാലും ഈ കേസിൽ തൻ്റെ വിചാരണ തുറന്ന കോടതിയിലാകണം എന്നാണ് ഇമ്രാൻഖാൻ ആവശ്യപ്പെടുന്നത്. തോഷഖാന കേസിലാണ് ഇമ്രാൻഖാൻ ശരിക്കും കുടുങ്ങിയത്. പിന്നീട് മറ്റു പല കേസുകളും ഇമ്രാൻഖാനെതിരെ വന്നു. ഒടുവിൽ കോടതി 10 വർഷത്തെ കഠിന തടവിന് വിധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ റാവൽപിണ്ടിയിലെ ജയിലിലാണ് ഇമ്രാൻഖാൻ തുടരുന്നത്. ക്രിക്കറ്റിൽ ഒരു മഹനീയമായ കരിയർ അവസാനിപ്പിച്ചാണ് ഇമ്രാൻഖാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. 74-ലൊക്കെ ഇമ്രാൻഖാൻ ക്രിക്കറ്റിൽ തൻ്റെ ആധിപത്യം തെളിയിക്കാനുള്ള ശ്രമം നടത്തി തുടങ്ങിയിരുന്നു. 1987 ആകുമ്പോഴേക്കും രാഷ്ട്രീയത്തിൽ നിന്ന് ഇമ്രാൻഖാന് ക്ഷണം വന്നു. പാകിസ്ഥാൻ നായകനെ പാർട്ടിയിൽ ചേരാൻ ക്ഷണിച്ചത് സിയാ ഉൽ ഹക്കാണ്. എന്നാൽ ഇമ്രാൻഖാൻ അന്നത് നിരസിച്ചു. പിന്നീട് പലതവണ ഈ ശ്രമം ഉണ്ടായെങ്കിലും ഇമ്രാൻഖാൻ രാഷ്ട്രീയത്തിലേക്ക് തിരിയുമെന്ന് ആരും കരുതിയില്ല. എന്നാൽ 1996 ആകുമ്പോഴേക്കും കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഇമ്രാൻഖാൻ തന്നെ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ചു. പാകിസ്ഥാൻ തെഹ്രിക്കെ ഇൻസാഫ് എന്ന പാർട്ടി രൂപീകരിച്ച ഇമ്രാൻഖാൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. നീതിക്കായുള്ള ഒരു പ്രസ്ഥാനം എന്നാണ് ഈ പാർട്ടിയുടെ പേരിൻ്റെ അർത്ഥം. ഇമ്രാൻഖാൻ പാകിസ്ഥാനോട് നീതി ചെയ്യും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാന് പ്രതീക്ഷിച്ച പോലെ വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. പർവേഷ് മുഷാറഫ് പട്ടാള ഭരണം നടത്തിയപ്പോൾ അതിനെ ഇമ്രാൻഖാൻ പിന്താങ്ങി. എന്നാൽ ആ ബന്ധവും അധികകാലം നീണ്ടു നിന്നില്ല. ഇമ്രാൻ ജയിലിലായി. അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടാണ് ഇമ്രാൻഖാൻ പിന്നീട് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായി എത്തുന്നത്. 2018 ഇമ്രാൻഖാൻ്റെ രാഷ്ട്രീയ ഭാവി തെളിഞ്ഞു. പക്ഷേ അതും അധികകാലം നീണ്ടു നിന്നില്ല. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താകുന്ന ആദ്യത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ഇമ്രാൻഖാൻ. അങ്ങനെ എല്ലാ കാലവും ഇമ്രാൻഖാൻ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നു. പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ ശൈലിയെക്കുറിച്ച് ഇപ്പോൾ എല്ലാവരും വളരെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നുണ്ട്. കാരണം അവിടെ പലപ്പോഴും ഭരണം നടത്തുന്നത് പട്ടാളമാണ്. ജനാധിപത്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന പാകിസ്ഥാനിൽ ജനാധിപത്യം ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ ചില പവർ ഗ്രൂപ്പുകളാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഭരണസ്ഥിരത എന്നൊന്നും പാകിസ്ഥാന് ഇല്ല. ഇന്നത്തെ പ്രധാനമന്ത്രി നാളെ ജയിലിലാകാം, ജയിലിലായ ആൾ പിന്നെ പ്രധാനമന്ത്രിയാകാം. അതൊക്കെ പാകിസ്ഥാനിൽ സർവ്വസാധാരണമാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു അടിത്തറയും പാകിസ്ഥാനിൽ ഇല്ല എന്നാണ് ഈ കഴിഞ്ഞകാല രാഷ്ട്രീയ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഏതായാലും ഇമ്രാൻഖാനെ സംബന്ധിച്ചുള്ള ഈ വിവാദങ്ങൾ പുകയുമ്പോൾ ആളുകൾ അന്വേഷിക്കുന്നത് ഈ മനുഷ്യനിത് എന്തുപറ്റി എന്നാണ്. എല്ലാവരും വലിയ സ്നേഹത്തോടെ നോക്കിക്കണ്ട ഒരു കായിക താരമായിരുന്നു ഇമ്രാൻഖാൻ. ഇമ്രാൻഖാൻ രാഷ്ട്രീയത്തിലെത്തുമ്പോൾ പാകിസ്ഥാനിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് എല്ലാവരും കണക്കുകൂട്ടി. പക്ഷേ കാലമെത്ര കഴിഞ്ഞാലും പാകിസ്ഥാൻ മാറില്ല എന്ന് ചരിത്രം തെളിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഭാര്യയുടെ അസാമാന്യമായ കഴിവിനെക്കുറിച്ച് പറഞ്ഞ ഇമ്രാൻഖാൻ ഏതു തരത്തിലുള്ള വിദേശ വിദ്യാഭ്യാസമാണ് നേടിയത് എന്നും ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരാൾ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ചാൻസലറായി മാറിയാൽ നമ്മുടെ ലോകത്തിൻ്റെ ഗതി എന്താകും എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരേടാണ് ഓക്സ്ഫോർഡ് സർവകലാശാല. അതിന് തലപ്പത്ത് ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആഗോളതലത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന സ്ഥാപനമാണ് ഓക്സ്ഫോർഡ് സർവകലാശാല. ഇമ്രാൻഖാൻ അതിൻ്റെ തലപ്പത്തെത്തുമ്പോൾ വിദ്യാഭ്യാസ മേഖലയുടെ ഭാവി എന്ത് എന്ന് ആശങ്കപ്പെടുന്നവരും